ഹായ് ഓൾ, എല്ലാവർക്കും PSC ഹെൽപ്പറിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെല്ലാമാണെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർഗീകരണമാണ്. അപ്പോൾ ജീവജാലങ്ങളുടെ വർഗീകരണം ജീവശാസ്ത്രത്തിൻ്റെ ഒരു നിർണായക ഘടകമാണ്. വിവിധ വർഗീകരണ തലങ്ങളാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവ. ജീവികളെ തിരിച്ചറിയുന്നതും അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതും വർഗീകരണ രീതികളിൽ കൂട്ടിച്ചേർക്കലുകളും പുതുക്കലുകളും വരുത്തുന്നു. 5 കിങ്ഡം വർഗീകരണ രീതിയും പുതുക്കലിന് വിധേയമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 3 ഡൊമൈൻ വർഗീകരണമാണ് നോക്കാൻ പോകുന്നത്. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവികളെ കൂടുതൽ അറിയാൻ ശ്രമിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വൗസ്. ആരാണ്? കാൾ വൗസ് ആണ്. ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ട ചില സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കിങ്ഡം മൊണീറയിലെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാക്കുന്ന ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിങ്ഡം മൊണീറയെ 2ആയി വിഭജിച്ച് ബാക്ടീരിയ, ആർക്കിയ എന്നീ 2 കിങ്ഡങ്ങളാക്കുകയും കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. അതാണ് കാൾ വൗസ് ചെയ്തത്. 6 കിങ്ഡങ്ങളിലും ഉൾപ്പെടുന്ന ജീവികളെ 3 ഡൊമൈനുകളിലാക്കി തിരിച്ചു. ഇവയ്ക്ക് ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ എന്നിങ്ങനെ പേര് നൽകി. വർഗീകരണ ശാസ്ത്രത്തിൽ കാൾ വൗസിൻ്റെ സംഭാവന എന്താണെന്ന് വെച്ചാൽ 5 കിങ്ഡം വർഗീകരണം പരിഷ്കരിച്ചിട്ട് 3 ഡൊമൈൻ വർഗീകരണ രീതിയാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ കാൾ വൗസ് എന്താണ് ചെയ്തത്? വർഗീകരണ ശാസ്ത്രത്തിൽ 5 കിങ്ഡം വർഗീകരണം പരിഷ്കരിച്ച് 3 ഡൊമൈൻ വർഗീകരണ രീതിയാണ് ആവിഷ്കരിച്ചത്. ഓക്കെ, അടുത്തത് കിങ്ഡം മൊണീറയെ ആർക്കിയ, ബാക്ടീരിയ എന്നീ വ്യത്യസ്ത കിങ്ഡങ്ങളാക്കിയതിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ട ജീവികൾക്ക് അവയുടെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും വിറ്റാക്കർ ശ്രദ്ധിച്ചു. ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താണ്? കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ട ജീവികൾക്ക് അവയുടെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങളെ അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും ആരാണ് ശ്രദ്ധിച്ചത്? വിറ്റാക്കറാണ്. ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം ഓരോ ജീവികളുടെ ഡൊമൈനും കിങ്ഡവും നോക്കാം. ഇപ്പോൾ ബാക്ടീരിയയുടെ ഡൊമൈൻ ബാക്ടീരിയ, കിങ്ഡവും ബാക്ടീരിയ തന്നെ. ഡൊമൈൻ ആർക്കിയയിൽ കിങ്ഡം ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയയിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമേലിയ എന്നിവ ഉൾപ്പെടുന്നു. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അവതരിപ്പിച്ചത് R.H. വിറ്റാക്കർ. 5 കിങ്ഡം വർഗീകരണത്തിൽ ഉൾപ്പെടുന്ന കിങ്ഡമാണ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ്, അനിമേലിയ എന്നിവ. അടുത്തതായിട്ട് 6 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് കാൾ വൗസ് ആണ്. 6 കിങ്ഡം വർഗീകരണത്തിൻ്റെ മറ്റൊരു പേരാണ് 3 ഡൊമൈൻ വർഗീകരണം. കിങ്ഡം മൊണീറയെ വിഭജിക്കാനിടയാക്കിയ ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയ്ക്ക് മറ്റു ബാക്ടീരിയകളിൽ നിന്നുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. കോശഭിത്തി, കോശസ്തരം എന്നിവയിലെ വ്യത്യാസം, പ്രോട്ടീൻ നിർമ്മാണത്തിലെ വ്യത്യാസം, പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള കഴിവ് എന്നിവ.
കാൾവോസ് കിങ്ഡം മൊണീറയെ വിഭജിച്ചത് ബാക്ടീരിയ, ആർക്കിയ എന്നിങ്ങനെയാണ്. കാൾവോസ് കിങ്ഡത്തിന് മുകളിലായി ഉൾപ്പെടുത്തിയ വർഗീകരണ തലമാണ് ഡൊമെയ്ൻ. സിക്സ് കിങ്ഡം വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡൊമെയ്നുകളാണ് ഡൊമെയ്ൻ ബാക്ടീരിയ, ഡൊമെയ്ൻ ആർക്കിയ, ഡൊമെയ്ൻ യൂക്കാരിയ എന്നിവ. 6 കിങ്ഡം വർഗീകരണം കാൾവോസിൻ്റേതാണ്. അപ്പോൾ 6 കിങ്ഡം വർഗീകരണത്തിൽ ഏതൊക്കെ രീതിയിലാണ് വർഗീകരിച്ചതെന്ന് നമുക്ക് നോക്കാം. 6 കിങ്ഡം വർഗീകരണത്തിൽ ബാക്ടീരിയ, ആർക്കിയ, അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, ഫഞ്ച് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് ബാക്ടീരിയ. ബാക്ടീരിയയുടെ പ്രത്യേകതകൾ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. ബാക്ടീരിയകൾ പ്രോകാരിയോട്ടുകളാണ്. ഇവരുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നു. അപ്പം ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ എന്തടങ്ങിയിരിക്കുന്നു? പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നു. മണ്ണ്, ജലം, മറ്റ് ജീവജാലങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്? ബാക്ടീരിയകൾ എവിടെയൊക്കെ കാണപ്പെടുന്നു? മണ്ണ്, ജലം, മറ്റ് ജീവജാലങ്ങൾ തുടങ്ങി എല്ലായിടത്തും കാണപ്പെടുന്നതാണ് ഏത്? കിങ്ഡം ബാക്ടീരിയ എന്നത്. പ്രോകാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നു. മണ്ണ്, ജലം, ജീവജാലങ്ങൾ തുടങ്ങി എല്ലായിടത്തും കാണപ്പെടുന്നു. അപ്പോൾ അവയ്ക്ക് ഉദാഹരണങ്ങളാണ് റൈസോബിയം, വിബ്രിയോ കോളറ എന്നിവ. അടുത്തത് കിങ്ഡം ആർക്കിയയാണ്. കിങ്ഡം ആർക്കിയ. അവയും ബാക്ടീരിയകളെ പോലെ തന്നെ പ്രോകാരിയോട്ടുകളാണ്. പക്ഷേ കോശഭിത്തിയിൽ എന്താണ്? ബാക്ടീരിയകളെ പോലെ പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിട്ടില്ല. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല ആർക്കിയയ്ക്ക്. ചൂട് നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിലാണ് കാണപ്പെടുന്നത്. എവിടേക്കാണ്? ചൂട് നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബാക്ടീരിയ എവിടെയാണ്? മണ്ണ്, ജലം, മറ്റ് ജീവികൾ തുടങ്ങിയ എല്ലായിടത്തും കാണപ്പെടുന്നില്ലേ? പക്ഷെ ആർക്കിയ എങ്ങനെയാണ്? ആർക്കിയ ചൂട് നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിൽ കാണപ്പെടുന്നു. കൂടാതെ എന്താണ്? അവയ്ക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല കോശഭിത്തിയിൽ. പിന്നെ രണ്ടിനും ഒരേപോലെയുള്ള ഒരു സവിശേഷത എന്നത് എന്താണ്? പ്രോകാരിയോട്ടുകൾ എന്നത് മാത്രമാണ് ബാക്ടീരിയകളുടെയും ആർക്കിയയുടെയും ഒരു മെയിൻ സവിശേഷത എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവയ്ക്ക് ബാക്കിയുള്ളതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കിയ എന്നതിന് ഉദാഹരണം തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയ എന്നിവയാണ്. ഏതൊക്കെയാണ്? തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയ എന്നിവ ആർക്കിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അനിമേലിയ. അനിമേലിയ യൂക്കാരിയോട്ടുകളാണ്. അതേപോലെ ബഹുകോശജീവികളാണ്. സഞ്ചാരശേഷിയുള്ള പരപോഷികളാണ്. അനിമേലിയ യൂക്കാരിയോട്ടുകളാണ്, ബഹുകോശജീവികളാണ്, അതേപോലെ സഞ്ചാരശേഷിയുള്ള പരപോഷികളാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മനുഷ്യൻ, പൂച്ച, പാമ്പ്, കോഴി ഇവയെല്ലാം കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്നവയാണ്. പ്ലാന്റയിലോ? കിങ്ഡം പ്ലാന്റയിൽ യൂക്കാരിയോട്ടുകളാണ്. അതേപോലെ ഇവരും അനിമേലിയയെ പോലെ തന്നെ ബഹുകോശജീവികളാണ്. പക്ഷേ ഇവയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഞ്ചാരശേഷിയില്ലാത്ത സ്വപോഷികളാണ്. എന്താണ്? സഞ്ചാരശേഷിയില്ലാത്ത സ്വപോഷികളാണ്. ഉദാഹരണമായിട്ട് തെങ്ങ്, മാവ്, പ്ലാവ് ഇവയൊക്കെ എന്താണ്? പ്ലാന്റയിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തതായിട്ട് പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റയും യൂക്കാരിയോട്ടുകളാണ്. ഏകകോശജീവികളാണ്. മിക്കവയും എന്താണ്? പരപോഷികളാണ്. ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലീന. പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നവയാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നിവ. അതേപോലെ ഫഞ്ചി നോക്കാം. ഫഞ്ചിയും യൂക്കാരിയോട്ടുകളാണ്. ഏകകോശജീവികളും ബഹുകോശജീവികളും ഫഞ്ചിയിൽ ഉൾപ്പെടുന്നു. അതേപോലെ ഇവയ്ക്ക് സഞ്ചാരശേഷി ഇല്ലാത്ത പരപോഷികളാണ്. ഉദാഹരണം ഈസ്റ്റ്, കൂൺ എന്നിവ.
ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുക അല്ലേ. ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കോശഭിത്തി, കോശസ്തരം, പ്രോട്ടീൻ നിർമ്മാണം ഇവയിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ ആർക്കി ബാക്ടീരിയയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ ആർക്കി ബാക്ടീരിയയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കി ബാക്ടീരിയയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞത്? തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയ എന്നിവ. അത് നമ്മൾ അന്നേരം പറഞ്ഞില്ലായിരുന്നോ? ചൂട്, നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിലാണ് ആർക്കി ബാക്ടീരിയ കാണപ്പെടുന്നത് എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ ആർക്കി ബാക്ടീരിയയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് ആർക്കിയയ്ക്ക് എക്സാമ്പിൾസ് പറയുകയാണെ. ഹാലോഫൈൽസ്, തെർമോഫൈൽസ്, ആൽക്കിഫൈൽസ്, ആസിഡോഫൈൽസ് എന്നിവ. അപ്പം ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ട് കണ്ടീഷൻസ് ലൈക്ക് സോൾട്ട് ലേക്സ് ആൻഡ് ബ്രാക്കിഷ് വാട്ടേഴ്സ്. എക്സാമ്പിൾ ഹാലോ ബാക്ടീരിയം. അതെനിക്ക് തെർമോഫൈൽസ് live in extremely high temperatures like hot springs and vents. എക്സാമ്പിൾ മെഥനോപൈറസ് കാൻഡലേരി. അത് കണക്ക് ആൽക്കലിഫൈൽസിന് എക്സാമ്പിളാണ് തെർമോകോക്കസ് ആൽക്കലിഫൈലസ്. ലീവ് ഇൻ എക്സ്ട്രീം ആൽക്കലൈൻ കണ്ടീഷൻസ് ലൈക്ക് മറൈൻ ഹൈഡ്രോതെർമൽ സിസ്റ്റം. അടുത്തതായിട്ട് ആസിഡോഫൈൽസ് ലീവ് ഇൻ എക്സ്ട്രീംലി അസിഡിക് കണ്ടീഷൻസ് ലൈക്ക് ഡ്രൈ ഹോട്ട് സോയിൽ ആൻഡ് വോൾക്കാനിക് സൈറ്റ്സ്. ഇത് വെറുതെ നോക്കിയിരുന്നാൽ മതി. അസിഡോഫൈൽസിൻ്റെ എക്സാമ്പിളാണ് പൈക്രോഫൈലസ് ടോറിഡസ്. ഇത് നമ്മൾ വെറുതെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ ആർക്കിയയ്ക്ക് എക്സാമ്പിൾസ് ആണ് ഹാലോഫൈൽസ്, തെർമോഫൈൽസ്, ആൽക്കിഫൈൽസ്, അസിഡോഫൈൽസ് എന്നിവ. അതൊന്ന് നോക്കിയിരുന്നാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ജന്തുക്കളുടെ വർഗീകരണമാണ് നോക്കുന്നത്. ഇപ്പം ഈ ചാപ്റ്റർ ഇച്ചിരി ഒരു പാടായിട്ട് തോന്നും, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. ഇത് നമുക്ക് പുതിയ SCERT അല്ലേ, അപ്പോൾ അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് അല്ലേ ഇതൊക്കെ. അപ്പം നമ്മൾ നല്ലതുപോലെ പഠിച്ചാൽ 2-3 പ്രാവശ്യം ഒന്ന് കേട്ട് പഠിക്കുകയെങ്കിലും ചെയ്താൽ മതി. ഈ വീഡിയോയിൽ 2-3 പ്രാവശ്യം തന്നെ എടുത്ത് ഒന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വളരെ സാവധാനമാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് പഠിക്കാനായിട്ട് ഇത്തിരി പാടുള്ള, കാരണം നമ്മൾ ബാക്കി പഠിക്കുന്നതിൽ നിന്ന് ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ വർഗീകരണം എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ സയൻസ് ബേസിക് ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാതെ പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പം സാരമില്ല, അത് കേട്ട് പഠിച്ചാൽ മതി. 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത് പതിയും. ഒരുപാടില്ലല്ലോ, ഇത് കുറച്ചേ ഉള്ളൂ. നമ്മൾ +2 സയൻസിനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം കേട്ടങ്ങ് പഠിച്ചാൽ ശരിയായിക്കോളും. ആരും ടെൻഷനൊന്നും ആവില്ല. ഇത് കേട്ടിട്ട് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് തറവാവും. കുറച്ച് പാടായിട്ട് തോന്നും ഈ ചാപ്റ്റർ, കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ.